എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ നാളിന് ശേഷമാണ് ഇന്ന് ഞങ്ങളൊരു ലോങ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം ഞാനും മക്കളും ഇപ്പോൾ ബഹ്റൈനിലാണുള്ളത്, ഹസ്ബൻഡിൻ്റെ ഒന്നിച്ച്. അപ്പം ഞങ്ങളത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഓരോരോ തിരക്ക് കാരണം അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം ഞങ്ങളിന്ന് എല്ലാവരും കൂടി ഒരു ഫ്രണ്ടിൻ്റെ റൂമിലോട്ട് പോവുകയാണ്. ഒരാഴ്ച മുന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്ത പരിപാടിയാണ്. പിന്നെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് അത് മാറ്റി ഇന്നത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ലിജുവിൻ്റെ ഫ്രണ്ട് കൂട്ടാനായിട്ട് വന്നിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഷോർട്സ് വഴി മാത്രം കാണുന്നതുകൊണ്ട് നിങ്ങളൊക്കെ എന്നെ മറന്ന് കാണുമല്ലേ. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എപ്പോഴും വിചാരിക്കും, പക്ഷേ അതൊന്നും നടക്കില്ല. അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി മക്കളൊക്കെ കളിയിലാണ്. പിന്നെ ഞങ്ങളൊക്കെ ഇത് ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലിജിയാണെന്താ ഒരു ബുൾസൈയൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുക്കിംഗ് എല്ലാവരും ഒരുപോലെയാണ് ചെയ്യുന്നത്. ഇന്ന് സ്പെഷ്യലായിട്ട് നെയ്പത്തിരി, ബീഫ്, എൻ്റെ ഷോർട്സ് കണ്ടവർക്ക് അറിയായിരിക്കും. നെയ്പത്തിരി, ബീഫ്, പിന്നെ കപ്പയാണ് എല്ലാവരും ആക്കിയിട്ടുള്ളത്. ലിജേട്ടൻ ബുൾസൈ അടിക്കുന്നതിൻ്റെ ഇടയിൽ കച്ചു വന്നിട്ട് കച്ചുവിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കച്ചുവിനുള്ള ബുൾസൈ കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ബീഫ് ഇതാ സൈഡിൽ നിന്ന് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയും 2 കുട്ടികളുണ്ട്. പിന്നെ അവരുമായിട്ട് ആൻലിയും കച്ചും നല്ല കമ്പനിയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ ഐസ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഐസ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ പുറത്തേക്കൊക്കെ പോവാറുണ്ട്. പിന്നെ ഇന്ന് എങ്ങോട്ടും ആരും പോകാനൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഇന്ന് ഫുഡ് കുറച്ച് നേരത്തെ കഴിച്ച് എല്ലാവരും സംസാരിച്ചിരുന്നിട്ടൊക്കെ ഇവിടെ തന്നെ അങ്ങ് കൂടാന്ന് വെച്ച്. നാളെ പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലീവ് വന്നില്ല. അപ്പോൾ ലേറ്റായിട്ട് എഴുന്നേറ്റാലും കുഴപ്പമില്ല. ഞായർ അധികം ലേറ്റ് ആവാൻ നിൽക്കില്ല. മക്കൾക്ക് കൂടി ചായൻ്റെ കടിയൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് അധികം ലേറ്റ് ആവാണ്ട് എഴുന്നേൽക്കാറുണ്ട്. പിന്നെ ഇതാ കച്ചു ആൻറ്റി നല്ല കളിയിലാണ്. അതിൻ്റെ ഇടയിൽ എന്നോട് ആൻറ്റി വന്നിട്ട് ഡോക്ടറാണ്, പേരും ഡീറ്റെയിൽസൊക്കെ പറയാന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് എഴുതിയെടുക്കുന്ന പോലെയൊക്കെ കളിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ഞാൻ കൂടുതലും ഒന്നെങ്കിൽ ദോശ അല്ലെങ്കിൽ ഇഡലി, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് ആക്കാറ്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂടുതലും ഞാൻ ഇഡലിയാണ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിരിയും ബീഫും കപ്പയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് മക്കളെല്ലാം. പിന്നെ അതിൻ്റെ ഇടയിൽ പത്തിരി എത്തില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ ഉണ്ടാക്കാനായിട്ട് പോയിന്. മക്കളൊക്കെ പത്തിരിയാണ്. ആനിക്കും കച്ചുവിനൊക്കെ പത്തിരി ഇഷ്ടം. പക്ഷെ അവിടുന്ന് കളിക്കേണ്ടത് കൊണ്ട് ആനിയും കച്ചുവും കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ ഇതാ കച്ചു ഭക്ഷണം കഴിക്കുന്നുണ്ട്. കച്ചുവിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ അയച്ചു മാറ്റിയിട്ടുണ്ടായിന്. പിന്നെ ഡ്രസ്സിലും എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി പത്തിരി ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കപ്പയും കൂടി ഉള്ളതുകൊണ്ട് ഇത്ര ഒരുപാടൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ ഞങ്ങൾ പകുതിക്കുന്ന് ഉണ്ടാക്കിയാൽ നിർത്തിയതാണ്. പിന്നെ ഇത് രണ്ടാമതും പത്തിരി എത്തില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ആദ്യം വന്നിട്ട് ഉണ്ടാക്കലാണ്. ആതിരി ഉണ്ടാക്കുന്നത് ഈ ഒരു സ്റ്റൈലാട്ടോ. അപ്പം ഞാനിത് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. എൻ്റെ മുഖം കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആളെ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും ഞാൻ കാണിച്ചു തരാം. എല്ലാം ഇപ്പോൾ ഞാൻ ലോങ് വീഡിയോസൊക്കെ എടുക്കണം എന്ന് കരുതുക. പിന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്ന സംഭവത്തിനല്ലേ പിന്നെയും കാണിച്ചു തരണ്ടേ. അതുകൊണ്ട് പിന്നെ ലോങ് വീഡിയോസ് ഞാൻ കരുതും പുറത്തേക്ക് പോകുന്ന സമയത്ത് എടുക്കാമെന്ന്. പിന്നെ കച്ചുവിനടക്ക് എല്ലാ സമയത്തും കച്ചുവിൻ്റെ സ്വഭാവം ഒരുപോലെയല്ല. ആ സമയത്ത് പിന്നെ വിചാരിക്കും മതി എന്നാൽ പിന്നെ എടുക്കാമെന്ന് വിചാരിക്കും. അതാണ് വീഡിയോസൊന്നും എടുക്കാൻ കൃത്യമായിട്ട് പറ്റാത്തതും ഇടാത്തതിൻ്റെയും കാരണം. ഇപ്പം നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആകും. ആ സമയത്ത് ഞാൻ വീഡിയോസ് എടുക്കാം. എന്തായാലും എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസിലൂടെ സ്ഥിരം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായും കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകണ്ട. നിങ്ങളെ സപ്പോർട്ട് തന്നെയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അത് നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ലേറ്റ് ആയപ്പോൾ ഭക്ഷണം കഴിച്ച് നമുക്കൊന്ന് പുറത്ത് പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ചേഞ്ച് ആക്കിയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചിട്ട് നമുക്ക് റൂമിലോട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ആതിരി ഇതാ ഇനി ഭക്ഷണം കഴിക്കാനായിട്ട് പോവാന്ന്. എല്ലാവരും എടുത്ത് പിന്നെ ബാലൻസ് ഒരു പത്തിരി മാത്രമേ എനിക്കും ആതിരയ്ക്കും ഉണ്ടായുള്ളൂ. പിന്നെ ഞങ്ങൾ എക്സ്ട്രാ ഒരു 3-4 ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പം പിന്നെ എണ്ണ പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മറ്റേ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനും ആതിരയും മാത്രമേ ഭക്ഷണം കഴിക്കാനായിട്ട് ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇവിടെ കഴിയാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായി ഒരു ലൈക്കും കമൻറ്റും തരാൻ വിട്ടുപോകേണ്ട. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ, സീ യു.